അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇപ്രാവശ്യം മുജാഹിദ് ഫൈസൽ മൗലവിയുടെ പുതിയൊരു ഫത്വ ഇറങ്ങിയിട്ടുണ്ട്. പുതിയൊരു ഫത്വ. കാരണം ഇപ്രാവശ്യം മിക്കവാറും വെള്ളിയാഴ്ച ആയിരിക്കും പെരുന്നാൾ എന്നുള്ള നിലക്കാണ് മൂപ്പരുടെ ഫത്വ കാണുന്നത്. കാരണം 29, 30 പെരുന്നാൾ കിട്ടുന്നത്, അല്ല വെള്ളിയാഴ്ച കിട്ടുന്നത്. അപ്പോൾ ആ വെള്ളിയാഴ്ചയിൽ രാവിലെയാണല്ലോ സാധാരണ നമ്മൾ പെരുന്നാൾ നിസ്കാരം നടത്തുന്നത്. അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് വെള്ളിയാഴ്ച രാവിലെ വന്നാൽ ഇനി എന്ത് ചെയ്യണ്ട, ജുമാക്ക് വരലൊരു നിർബന്ധമൊന്നുമില്ല അത്രേ. അതൊരു പുതിയ ഫത്വ കേട്ടോ. വല്ലാത്തൊരു ഫത്വ. വെള്ളിയാഴ്ച പെരുന്നാളിന് വന്നാൽ രാവിലെ വന്നാൽ പിന്നെന്ത് ചെയ്യണ്ട, ഉച്ചക്കത് വരല് നിർബന്ധമൊന്നുമില്ല. ഭയങ്കര രസമുണ്ടായില്ലേ. മാത്രമല്ല മൂപ്പര് പറയുന്നുണ്ട്, പള്ളി കമ്മിറ്റി എന്ത് ചെയ്യണം, ജുമാ നടത്തണം. പള്ളി കമ്മിറ്റി എന്താണ്, ജുമാ നടത്തണോ അത്രേ. എന്നാലോ ഖത്തീബിനോ അത് നിർബന്ധമൊന്നുമില്ല, ഖത്തീബ് വരണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരാൾ അവിടെ വന്നാൽ മതി. എന്താ കഥ എന്നാവോ, എന്ത് മസലയാണിത് എന്നാവോ. അഥവാ പള്ളി കമ്മിറ്റിക്ക് ജുമാ നടത്തണം, പള്ളി കമ്മിറ്റി ജുമാ നടത്തണം. എന്നാലോ ഖത്തീബ് വരണമെന്നൊന്നുമില്ല, ആരെങ്കിലൊക്കെ ഒരാൾ വന്നാൽ മതി. പിന്നെ മാത്രമല്ല വെള്ളിയാഴ്ച പെരുന്നാൾ വരുമ്പോൾ രാവിലെ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി കൊണ്ട് പള്ളിക്ക് വന്നാൽ പിന്നെ ഇനി ജുമാക്ക് വരൽ നിർബന്ധമൊന്നുമില്ല. നഊദു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. മാത്രമല്ല ളുഹർ നിസ്കരിച്ചാൽ മതി. വരണമെന്നില്ല എന്ന് മാത്രമല്ല, ഓന് വന്നിട്ടില്ലെങ്കിൽ കുറ്റമൊന്നുമില്ല. മാത്രമല്ല ഓന് ളുഹർ നിസ്കരിച്ചാൽ മതി. എവിടുന്ന ഈ ചെങ്ങായിയൊക്കെ വണ്ടി അറിയതെന്നാവോ, എവിടുന്ന ഇവന് മസാല കിട്ടിയതെന്നാവോ. ഏതായാലും ഫൈസൽ മൗലവി ഉണ്ട്, മൂപ്പരൊന്ന് പറയട്ടെ, എന്നിട്ടൊന്ന് കേട്ടിട്ട് നമുക്ക് പറയാം. വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ ജുമുഅ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്, ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല. ഫൈസൽ പറയുന്നത് നിങ്ങള്, വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ ജുമുഅ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്, പങ്കെടുക്കൽ നിർബന്ധമല്ല. എങ്ങനെ ഇപ്പം അത് പരിപാടി എന്നാവോ. ഏതായാലും എങ്ങനെയാണ് ആ പരിപാടി എന്നാവും. ഏതായാലും പറയുന്നുണ്ട്, ബാക്കി പറയട്ടെ. ഈ വെള്ളിയാഴ്ച പെരുന്നാളാണ്, 29 മാസം കാണും, മിക്കവാറും 20 ഉദയുണ്ട്. അപ്പൊ കാണാനാണ് സാധ്യത കൂടുതൽ. ഫൈസൽ ഇപ്പൊ തന്നെ ഉറപ്പിച്ചു, പെരുന്നാൾ വെള്ളിയാഴ്ചയാണെന്നുള്ള കാര്യം ഇപ്പൊ തന്നെ ഉറപ്പിച്ചു. മാസം കാണുന്നതിന് മുന്നേ തന്നെ മൂപ്പർക്ക് ഉറപ്പായി. അപ്പൊ മൂപ്പർക്ക് എന്താന്ന് വെച്ചാൽ, മൂപ്പര് വേങ്ങര പള്ളിയിൽ ഖത്തീബാണ്. അപ്പൊ മൂപ്പർക്ക് എന്താന്ന് വെച്ചാൽ എല്ലായിടത്തും മുങ്ങണം. വെള്ളിയാഴ്ച പെരുന്നാളാണെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ ഒത്തിപ്പി ഓതി ചോറും പേച്ച് കാണും എല്ലായിടത്തും മുങ്ങണം. അതിന് വേണ്ടിയിട്ടുള്ള ഹിക്മത്ത് ഉണ്ടാക്കിയേക്കും. അല്ലാഹു അഅലം. അപ്പൊ വെള്ളിയാഴ്ച ജുമാ നടക്കണം, പള്ളി കമ്മിറ്റിയെ സംബന്ധിച്ച് ജുമാ നടത്തണം. ഖത്തീബ് ആർക്കും വരാം, ഖത്തീബ് നിർബന്ധമില്ല, ഖത്തീബ് ഇവിടെ വന്നാൽ മതി, ഞാൻ തലയിക്കൊള്ളുന്നില്ല. എങ്ങനെ പള്ളി കമ്മിറ്റി ജുമാ നടത്തണം, ഓൽക്ക് നിർബന്ധം, പള്ളി കമ്മിറ്റി ജുമാ നടത്തണം. എന്നാലോ ഖത്തീബിന് വരണമെന്നൊന്നുമില്ല, ഖത്തീബ് ഞാൻ തന്നെ ആയിക്കൊള്ളുന്നില്ല, ആരെങ്കിലും ഒരാൾ വരും എന്ന് പറഞ്ഞിട്ട് ഒരാക്കിയ ചിരിയും ചിരിച്ചാണ് മൂപ്പര്. അപ്പൊ എന്താന്ന് വെച്ചാൽ മൂപ്പര പള്ളിയിൽ ഖത്തീബാണ്. അപ്പൊ മൂപ്പര എന്താന്ന് വെച്ചാൽ ആദ്യം തന്നെ തീരുമാനിച്ചിട്ട് പെരുന്നാൾ വെള്ളിയാഴ്ച വന്നാൽ ഇനിയിപ്പോ എങ്ങനെ കഴിച്ചിലാകണം, വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ ഇനിയിപ്പോ എങ്ങനെ കഴിച്ചിലാകണം. അപ്പൊ ആ കഴിച്ചിലാകലിന് മൂപ്പര് തീരുമാനിച്ചാണ്, വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ എന്ത് ചെയ്യും, രാവിലെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ചോറും വെച്ച് ഞാൻ പോകും. അപ്പൊ ഖത്തീബ് വരല് നിർബന്ധമൊന്നുമില്ല, ഞാൻ തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല, ആരെങ്കിലും ഒരാളെ കുട്ടീനെ പറഞ്ഞേക്കും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ഒരു ഖത്തീബ് ഒരു കുട്ടി വരും. കമ്മിറ്റിക്കാർ ഇവിടെ നിർബന്ധമായിട്ടും വേണം, ജുമാ നടത്താൻ ഓരോടെ വേണം. എന്താ ഇത് കഥ, ആൾക്കാരൊന്നും വേണ്ടേ ജുമാക്ക് പങ്കെടുക്കാൻ നിർബന്ധമില്ല. അവ രാവിലെ പെരുന്നാൾ വന്നാൽ ഇനി വരെ ജുമാ നിർബന്ധമില്ല, ളുഹർ നിസ്കരിച്ചാൽ മതി. അല്ല, ഉഷാറുള്ള മസല കേട്ടോ. രാവിലെ പെരുന്നാൾ നിസ്കാരത്തിന് വന്നാ പിന്നെ ളുഹർക്ക് ജുമാക്ക് വരല നിർബന്ധമൊന്നുമില്ല. രാവിലെ പള്ളിക്ക് വന്നിക്കണല്ലോ, പെരുന്നാൾ നിസ്കാരത്തിന് വന്നിക്കണല്ലോ, ഇനി ജുമാക്ക് വരല നിർബന്ധമൊന്നുമില്ല, ഒരു ളുഹർ നിസ്കരിച്ചാൽ മതി. അല്ല ഉഷാറ് ഖത്തീബ. ഏതായാലും എന്നാൽ ജുമാ നടക്കൽ നിർബന്ധമാണ്, ജുമാ ക്യാൻസൽ ആക്കാൻ പറ്റൂല. ജുമാ ക്യാൻസൽ ആക്കാൻ പറ്റൂല, ജുമാ ക്യാൻസൽ ആക്കാൻ പറ്റൂല. പള്ളി കമ്മിറ്റിക്കാണ്, പള്ളി കമ്മിറ്റി ജുമാ ക്യാൻസൽ ആക്കാൻ പാടില്ല. ഖത്തീബിന് എന്തോ ആവാ. എന്തോ ഒരു കഥ റബ്ബേ. പങ്കെടുക്കുക ആളുകൾ ഇഷ്ടം താല്പര്യമുള്ളവർക്ക് വരാം, അല്ലെങ്കിൽ വന്നാൽ കൂലിട്ടും, വന്നില്ലെങ്കിൽ ഒരു കുറ്റമില്ല. നഊദു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ.
മൗലവിമാരെ തൊട്ട് പടച്ചോൻ കാത്തു രക്ഷിക്കട്ടെ. അപ്പം പറയണം താരങ്ങള് പങ്കെടുക്കൽ നിർബന്ധമൊന്നുമില്ല, വന്നാൽ കൂലിയിട്ടും വന്നിട്ടില്ലെങ്കിൽ കുറ്റമൊന്നുമില്ല. ജുമാക്ക് കരുതി കൂട്ടിയാണ്ടോ വന്നിട്ടില്ലെങ്കിൽ കുറ്റമൊന്നുമില്ല. ഇവരൊക്കെയാണോ ദീനിനക്ക് വേണ്ടി നേതൃത്വം നൽകുന്നവർ? ഇവരേതായാലും പുത്തനാശയക്കാരാണ്. ഇവരുടെ പരിപാടി തന്നെ ജനങ്ങളുടെ ഇബാദത്തിനെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. ജനങ്ങളുടെ ഇബാദത്തിനെയും അള്ളാഹുവിലേക്ക് ചെന്നു ചേരാനുള്ള മാർഗങ്ങൾ ഇവർ അടക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പെരുന്നാൾ നിസ്കാരം എന്നുള്ളത് സുന്നത്തായൊരു കർമ്മമാണ്. പെരുന്നാൾ നിസ്കാരം സുന്നത്തായൊരു കർമ്മമാണ്. ജുമുഅ എന്നുള്ളത് ഫറളാണ്. വെള്ളിയാഴ്ച ജുമുഅ നിസ്കരിക്കുക എന്നുള്ളത് ഫറളാണ്. പെരുന്നാൾ നിസ്കാരം എന്നുള്ളത് സുന്നത്തായൊരു കർമ്മമാണ്. നല്ല പ്രബലമായ സുന്നത്തായൊരു കാര്യമാണ്. അപ്പൊ വെള്ളിയാഴ്ചയും പെരുന്നാളും ഒരു ദിവസം വന്നാൽ പെരുന്നാൾ നിസ്കാരം നമ്മൾ രാവിലെ നടത്തുന്നു. അത് സുന്നത്തായൊരു കർമ്മമാണ്, പ്രബലമായ സുന്നത്തായൊരു കർമ്മമാണ്. ളുഹ്ർക്ക് ജുമുഅ നടക്കുന്നു. ആ ളുഹ്ർക്ക് ജുമുഅ നടക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഓരോ മുസ്ലിമാന്റെ പേരിലും നിർബന്ധമായ കാര്യമാണ്. ആ നിർബന്ധമായ കാര്യത്തിനെ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒരു ദിവസം വന്നാൽ ജുമുഅക്ക് പങ്കെടുക്കൽ നിർബന്ധമില്ല പോലും. ഇവൻ പറയുകയാണ്, മാത്രല്ല പങ്കെടുത്തിട്ടില്ലെങ്കിൽ കുറ്റമില്ല പോലും. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, ഇതുപോലത്തെ വഹാബികളുടെ പിന്നിൽ അണിനിൽക്കരുത് കേട്ടോ. ഇതൊന്നും ഇസ്ലാമല്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, അഖിലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് പറയും ജുമുഅ എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ്. ആ നിർബന്ധമായ ജുമുഅക്ക് പങ്കെടുക്കൽ നിർബന്ധമാണ്. അത് ഖതീബും പങ്കെടുക്കണം, കമ്മിറ്റിയും പങ്കെടുക്കണം, നാട്ടുകാരും പങ്കെടുക്കൽ നിർബന്ധമായൊരു സംഗതിയാണ്. ആ സംഗതിയെ ഇയാൾക്ക് പെരുന്നാളിൻ്റെ അന്ന് വെള്ളിയാഴ്ചയാണെങ്കിൽ മെല്ലെ മുങ്ങാൻ വേണ്ടിക്കൊണ്ട് അയാളുടെ നാട്ടിലുള്ള ആളുകളോട് മെല്ലെ പറഞ്ഞു കൊടുത്താൻ തോന്നുന്നുണ്ട്. ഇത് മറ്റേ നീക്കായി ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. ആയതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ഇതുപോലത്തെ മുക്കാൽ മൗലവിമാരെ വളരെയധികം ശ്രദ്ധിച്ചോളണം. നമ്മുടെ മൗലാന പേരോട് ഉസ്താദിനെ പോലത്തെ ആളുകൾ ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അവരുടെ പ്രസംഗമൊക്കെ ഒന്ന് കേട്ടു നോക്കൂ. അവരാണ് സുന്നത്ത് ജമാഅത്തിനെ പറയുന്നവർ, അവരാണ് ദീനുൽ ഇസ്ലാം പറയുന്നവർ. അവരുടെ പ്രസംഗം കേട്ടുകൊണ്ടാണ് നമ്മൾ നടക്കേണ്ടത്. അതല്ലാതെ ഈ മുക്കാൽ മൗലവിയുടെ പ്രസംഗം ഇതുപോലത്തെ മസലകളും ഫത്വകളും കേട്ടുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പ്രവർത്തിക്കരുത് എന്ന് വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. പേരോട് ഉസ്താദ് ഒന്ന് സംസാരിക്കും, അതൊന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. വെള്ളിയാഴ്ച പെരുന്നാളാണെങ്കിൽ ജുമുഅ നിസ്കരിക്കണ്ട, എല്ലാം മുടക്കുകയാണ്. മുടക്കികളുടെ ഒരു ലോകം. അങ്ങനെ നമ്മൾ മുടക്കികളാകാൻ പാടില്ല. വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരം നിർബന്ധമാണ്. പെരുന്നാൾ നിസ്കാരം നമുക്ക് സുന്നത്ത് മുഅക്കദത്ത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതുകൊണ്ട് പെരുന്നാൾ നിസ്കരിക്കുകയും വേണം, അതോടുകൂടെ തന്നെ ജുമുഅയും നിസ്കരിക്കണം. ജനങ്ങളുടെ ഫർളായ ജുമുഅ പെരുന്നാളിന്റെ അന്ന് നഷ്ടപ്പെടുത്തുന്ന ആളുകളെക്കാൾ വലിയ അക്രമികൾ വേറെ ആരാണ്? അള്ളാഹുവിന്റെ ദീനിനോട് അക്രമം ചെയ്യുന്നവർ. മുഅ്മിനീങ്ങൾ അത്തരത്തിലുള്ള ഒന്നിലും പെട്ടുപോകരുത്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. കേട്ടോ, പേരോട് ഉസ്താദിനെ നല്ലൊരു ദിവസം, ആ ദിവസത്തിലുള്ള പെരുന്നാൾ നല്ലൊരു ദിവസം, ആ ദിവസത്തിലുള്ള ആ ജുമുഅ പോലും മുടക്കുന്ന ആളുകളെക്കാൾ വലിയ അക്രമികൾ ആരാണുള്ളത്? ഈ ഫൈസൽ മൗലവിയെ പോലത്തവരല്ലാതെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.